പച്ച ചക്ക കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ടൊരു 10-12 ചക്കച്ചോള ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നും കുരു കളഞ്ഞിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടില്ല. അല്ലാതെ ഒരുപാട് ചെറിയ പീസാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒരു 3-4 വിസിലിന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം 4 വിസിലാണ് കേട്ടോ ഞാൻ അടുപ്പിച്ചിട്ടുള്ളത്. ഇതിന് ചൂടാറുമ്പോൾ നമുക്ക് വെള്ളത്തോടെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ചേർക്കേണ്ട, അത് അരയാനുള്ള വെള്ളം ചേർത്താൽ മതി. അപ്പം നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് മാതിരി നമ്മൾ അരച്ചിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ കട്ടയില്ലാതെ അരച്ചെടുക്കാൻ നോക്കണം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിത് അരച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 2-3 നുള്ളി കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത്, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനത് 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ടേബിൾ സ്പൂൺ നല്ല തിളച്ച സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏതായാലും മതി. ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്, അതുകൂടെ ചേർത്തിട്ടുണ്ട്. നല്ല തിളപ്പിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് ചേർക്കുക. അപ്പോൾ ബാക്കി ഞാൻ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ലാസ്റ്റ് പൊടി ചേർത്താൽ മതി. ഒന്ന് ടൈറ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റണം, കയ്യിൽ ഒട്ടി പിടിക്കരുത്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് പൊടി വേണ്ട, എന്തായാലും ഏകദേശം 1 കപ്പ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ബാക്കി ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ മുറുക്കിൻ്റെ അച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിൻ്റെ ഉള്ളിൽ നല്ലോണം എണ്ണ തടവിയതിന് ശേഷം ഇത് കുറച്ചായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്ക മുറുക്കാണ്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ചൂടുള്ളപ്പം വേണം നമ്മൾ ഇതിനകത്തോട്ട് ചുറ്റിച്ചിട്ട് കൊടുക്കാൻ. ഞാനിത് നീളം മുറുക്കായിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലുള്ള മുറുക്ക് വേണമെങ്കിൽ ആദ്യം ഒരു പേപ്പറിനകത്ത് എന്തിനേലും ഒന്ന് റൗണ്ടാക്കി ഷേപ്പാക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ നീളം മുറുക്ക ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് തിരിച്ചും മറിച്ചോട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഡാർക്ക് കളർ ആവേണ്ട ആവശ്യമില്ല, കാരണം ഈ ചക്കയുടെ ഒരു കളർ എന്തായാലും ഇതിനുണ്ടാവും. അപ്പോൾ ഇനി ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ചൂടാറിയതിന് ശേഷമാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. ചൂടാറിയതിന് ശേഷം ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റിയുള്ള ഒരു മുറുക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഫ്ലേവർ കൊടുക്കാനായി ചാറ്റ് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണേ. ഫേസ്ബുക്കിലൊക്കെ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. എന്നും നല്ല കിട്ടില്ല റെസിപ്പീസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി നാളെ വീണ്ടും കാണാം. താങ്ക്